नहमदुहु व नस्तईनुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व नशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु व नशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अला दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न अस्तक़ल कलामि कलामुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु बिदअतिन ज़लाला व कुल्लु ज़लालतिन फिन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिह व ला तमूतुन्न इल्ला व अൻതും മുസ്ലിമൂൻ। സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ 3 മാസത്തോളമായി നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ കുടുംബ വിഷയത്തിൽ അതിൻ്റെ ഏറ്റവും അവസാനമായി പൂർത്തീകരണമായി നമ്മൾ പറയേണ്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള നല്ലൊരു കുടുംബജീവിതം ലഭിക്കുവാനും അത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനുമാണ്. കഴിഞ്ഞയാഴ്ച നമ്മൾ സൂചിപ്പിച്ച കാര്യം, നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഈ സന്തോഷം ലഭിക്കാൻ 2 കാര്യങ്ങളാണ് അടിത്തറയായി വേണ്ടത്. അതിലൊന്നാണ് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് പ്രഥമ സ്ഥാനം കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം ആ ദീനുള്ളവരിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നതിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ വിവാഹം അള്ളാഹുവിന് പ്രിയപ്പെട്ടതായി മാറും എന്നതാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു അടിത്തറ കൂടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ആത്യന്തികമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു മേഖലകളിൽ ഏറ്റവും പ്രധാനം ഇതാണ്. അത് നമ്മൾ നടത്തുന്ന വിവാഹം അള്ളാഹുവിന് പ്രിയപ്പെട്ടതായി മാറണം എന്നതാണ്. സഹോദരങ്ങളെ, ഓരോ വിവാഹവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് 2-1. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടത്തുന്ന, പങ്കെടുക്കുന്ന വിവാഹങ്ങൾ 2-1 വിവാഹമാണ്. ഒന്നുകിൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ടുള്ള വിവാഹവും, 2 അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ടുള്ള വിവാഹവും. ഈ 2 വിവാഹമേ നമ്മൾ പങ്കെടുക്കാറുള്ളൂ. മുസ്ലിമീങ്ങൾ അങ്ങനെ ഉണ്ടാകാറുള്ളൂ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഒരു കുട്ടിക്ക്, പേരക്കുട്ടിക്ക്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പെങ്ങക്ക് ഒരു വിവാഹാന്വേഷണങ്ങൾ ഏകദേശമാകുമ്പോൾ, കുടുംബം ആലോചിക്കുന്ന ഒരു കല്യാണമാകുമ്പോൾ രക്ഷിതാക്കളെ നമ്മൾ എപ്പോൾ മുതൽ അതിനെക്കുറിച്ച് ഒരുങ്ങാൻ തുടങ്ങും? നമ്മുടെ കുട്ടിന്റെ ഒരു കല്യാണത്തിന് വേണ്ടി എപ്പോൾ മുതൽ നമ്മൾ ആലോചിക്കാൻ തുടങ്ങും? പിന്നെ ആലോചനകൾ വന്ന്, പ്രായമായി ആലോചനകൾ വന്ന്, ചിലതൊക്കെ ഏകദേശം ഒന്നിച്ച് പിന്നീട് അത് മുടങ്ങിപ്പോയി, പലരും വന്ന് കണ്ട് പറ്റാതെയായി തിരിച്ചുപോയി. ഇങ്ങനെ ഒരു 6-7 മാസം കഴിയുമ്പോഴേക്കും നമ്മൾ അള്ളാഹിനോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങും. പടച്ചോനെ, ഒരു നല്ല കല്യാണമാക്കി തരണമേ. നാട്ടിലേക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ഉസ്താദിനോട് ഉമ്മമാര് പറയും, ഉസ്താദേ, എന്റെ കുട്ടിക്കൊരു കല്യാണം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. ഉംറക്ക് പോകുന്ന ആളുകളോട് വസിയത്തായിട്ട് പറയും, എന്റെ കുട്ടിക്ക് നല്ലൊരു ബന്ധം, എന്റെ പേരക്കുട്ടിക്ക്, എന്റെ പെങ്ങക്ക് നല്ലൊരു ബന്ധം ഉണ്ടാകാൻ വേണ്ടി
നിങ്ങൾ ദുആ ചെയ്യണേ. സഹോദരങ്ങളെ, അങ്ങനെ നമ്മളെല്ലാവരും തേടി പ്രാർത്ഥിച്ച് അവസാനം അള്ളാഹു ഒരു നല്ല ബന്ധം നമ്മൾക്ക് തന്നാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ഒഴിവാക്കുക അള്ളാനും ദീനിനെയായിരിക്കും. എത്ര സങ്കടമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. ഖുർആനിന്റെ ആയത്ത് അത്ഭുതകരമായ ആയത്താണ്. നമ്മൾ ഈ പറഞ്ഞ മലയാളം അല്ല ആയത്താക്കി പറഞ്ഞതാണ്. വഇദാ മസ്സൽ ഇൻസാന ദുർറു, മനുഷ്യന്മാർക്ക് നമുക്കൊരു പ്രയാസം വന്നാൽ, കുട്ടിന്റെ ഒരു കല്യാണം നടത്തണം എന്നൊരു സാഹചര്യം വന്നാൽ, ദഅനാലി ജംബിഹി ഔ ഖായിദൻ ഔ ഖായിമ, നിന്നിട്ടും ഇരുന്നിട്ടും കടന്നിട്ടും ഒക്കെ എന്നോട് അവർ പ്രാർത്ഥിക്കും. തഹജ്ജുദിൽ തേടും, ദുഹാ നിസ്കാരത്തിൽ തേടും, ജുമാക്ക് ശേഷം തേടും, ഉസ്താദുമാരോട് തേടാൻ പറയും, എല്ലാരോടും തേടാൻ വേണ്ടി പറയും. ഫലമ്മാ കശഫ്നാ അൻഹു ദുർറു, അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ഞാൻ അവർക്കൊരു വിവാഹം നടത്തിക്കൊടുത്താൽ, അവരുടെ പ്രയാസം മാറ്റിക്കൊടുത്താൽ, വിവാഹത്തിന് ഏകദേശം ഉറപ്പിച്ചാൽ, പിന്നെ അവരുടെ നിലപാട് അല്ലാഹു പറയാണ് മറ കഅല്ലം യദ്ഉനാ ഇലാ ദുർറിൻ മസ്സഹു, മുമ്പ് തേടാത്ത രൂപത്തിലായിരിക്കും പിന്നീട് അവരുടെ വിവാഹങ്ങൾ, ആഘോഷങ്ങൾ, സൽക്കാരങ്ങൾ, പ്രോഗ്രാമുകൾ. സഹോദരങ്ങളെ, ഇത് നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിലാണോ നമ്മുടെ വിവാഹങ്ങൾ നടത്താൻ പ്ലാൻ ചെയ്തത്? ഇനി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വിവാഹം പടച്ചോനോട് തേടിയ രൂപത്തിൽ നന്ദി കാണിക്കുന്നതാണോ? അപ്പൊ നിങ്ങൾ ആലോചിക്കാൻ, നമ്മളെ മനസ്സിൽ ആലോചിക്കേണ്ട ഒരു കാര്യമില്ലേ, ഏകദേശം വിവാഹങ്ങളൊക്കെ രണ്ടു കൂട്ടർക്കും പറ്റിയാൽ പിന്നീട് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി പോവും. ഉറപ്പിക്കുക എന്നുള്ളത് എത്ര മാതൃകായോഗ്യമായ ഇസ്ലാമികമായ ഒരു സദസ്സാണെന്നറിയോ? കാരണം രണ്ട് കുടുംബവും ആദ്യമായിട്ട്, കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ പരസ്പരം ആദ്യമായിട്ട് കാണുകയാണ്. അവർ കണ്ടതിൽ കാരണവന്മാരുണ്ടാകും, രണ്ട് കുടുംബത്തിലെ പണ്ഡിതന്മാരുണ്ടാകും, എല്ലാവരും ഉണ്ടാവും. അവർ വരുന്നു, ഇരിക്കുന്നു, രണ്ട് കൂട്ടരുടെയും കാര്യങ്ങൾ സംസാരിക്കുന്നു, പഠനം സംസാരിക്കുന്നു, കൂട്ടിക്കൊണ്ടുവരൽ സംസാരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഏകദേശം സംസാരിക്കുന്നു. എന്നിട്ട് രണ്ടു കൂട്ടർക്കും, ഗൾഫിലുള്ള ആളുകൾക്കും വരാനുള്ളവരെയും ഒക്കെ പരിഗണിച്ച് രണ്ടു കൂട്ടർക്കും യോജിക്കുന്ന ഏകദേശം ഒരു തീയതി ഉറപ്പിക്കുന്നു, സ്ഥലം ഉറപ്പിക്കുന്നു. എന്നിട്ട് അവസാനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊടുത്ത്, അള്ളാഹുവേ ഞങ്ങളുടെ ഈ തീരുമാനം നടപ്പിലാക്കി തരണട്ടോ. കാരണവന്മാരെന്താ പറയോ? പടച്ചോനെ, ഞങ്ങൾ ഈ തീരുമാനം റഹ്മാനായ നാഥ ഹൈറായ രൂപത്തിൽ നടത്തണം. പടച്ചോനെ, കുട്ടിയാക്കൊരു നല്ല ജീവിതം നടക്കണം എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് സന്തോഷത്തോടുകൂടി സലാം പറഞ്ഞ് നീ നമുക്ക് കുടുംബക്കാരായിട്ട് കാണട്ടോ എന്ന് പറഞ്ഞു പോകുന്നൊരു സദസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മലക്കുകളുടെ പ്രാർത്ഥനയുടെ ഭാഗമായി അത് ലഭിക്കുന്നൊരു സദസ്സായി, അവിടെ ഇസ്ലാമികമായ പ്രാർത്ഥന നടക്കുന്ന ഒരു സദസ്സായി മാറുന്ന സദസ്സും മാറിയ സദസ്സുമാണ് ശരിക്ക് ഉറപ്പിക്കാന്ന് പറഞ്ഞൊരു സദസ്സ്. പക്ഷെ അതേ സദസ്സ് കാലഘട്ടം മാറി പുതിയ കാലഘട്ടമായപ്പോ എന്തായി നടച്ചോങ്ങളെ, പടച്ചോൻ ഏറ്റവും വെറുക്കപ്പെട്ട സദസ്സോടുകൂടി നമ്മുടെ വിവാഹം ഉറപ്പിക്കൽ തുടങ്ങാണ്. ബസ്സിന് ആൾക്കാരാണ് പോകുക, എന്നിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു വന്നിട്ടാണ് ഇറങ്ങുക. ആദ്യം ചെറിയ കുട്ടികളെ ഉടുപ്പൊക്കെ മാറ്റി നിർത്തുക, പിന്നെ പ്രായത്തിനനുസരിച്ച് ബാക്ക് ഇങ്ങനെ പോവുക. ഓരോരുത്തരുടെ കയ്യില് മുട്ടായിന്റെ കവറ്, മുട്ടായിന്റെ പാക്ക്, മുട്ടായിന്റെ ബോക്സ്, എന്നിട്ട് അതില് ഫോണ്. ഓരോരുത്തരെ ലൈനായിട്ട് ഇങ്ങനെ വന്ന് നിന്നിട്ട് പുതിവണ്ണിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി പോകാൻ, ഗാനമേള കാലക്ഷണിക്കാൻ വേണ്ടി പോകല്ല. പിന്നെയോ ഇസ്ലാമികമായൊരു സദസ്സിന്, അള്ളാഹുവും പ്രവാചകനും സ്വർഗം കിട്ടും എന്ന് പറഞ്ഞൊരു സദസ്സിന് നമ്മൾ പോകുകയാണ് സഹോദരങ്ങളെ. എന്നിട്ട് വ്യത്യസ്തമായ രൂപമാണ്. താജ്മഹലിന്റെ രൂപത്തിലുള്ള കിറ്റ്കാറ്റ്, കുത്തബ് മിനാറിന്റെ രൂപത്തിലുള്ള സിൽക്കി പാക്ക്, ബാക്കിയുള്ളവർ ബുർജ് ഖലീഫന്റെ രൂപത്തിലുള്ള കേക്ക്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഫോണും വെച്ചിട്ട് ഓരോരുത്തർ പോകാൻ. അങ്ങാടികളിൽ മിഠായി കൊടുക്കുന്നതിന് 50,000-ന്റെയും 45,000-ന്റെയും ബില്ലാണ് നമ്മളെ വീട്ടിൽ നിന്ന് പോണ്. അറിയണം, നമ്മൾ ഉളുഹിയത്തിന് ചേരാൻ പറയുമ്പം 8,000-ന് ഒരാളെ ചേരുന്നുള്ളൂ എന്ന് പറഞ്ഞ കുടുംബത്തിൽ നിന്നാണ് 40,000 50,000 ഓഫറുകളുടെ പരസ്യമാണ്. മുട്ടായി കൊടുക്കലിന് ഒന്നിച്ച് ഇവിടെ നിന്ന് വാങ്ങിയാൽ 50,000-ന്റെ റിഡക്ഷൻ 43,000-ന് ഞങ്ങളുടെ കടയിൽ നിന്ന് തരാം. അത് തേടിയിട്ട് ഇവിടുന്ന് സോഷ്യൽ മീഡിയ നോക്കിയിട്ട് നമ്മളെ വീട്ടിലത്തെ കുട്ടികൾ പോകാൻ. എന്തിനാ കൂട്ടരെ പോണ്? എന്തിനാണ് ആ പൈസ ചെലവാക്കണ്? ഷുഗർ വന്നിട്ട് സകല മനുഷ്യന്മാരും അവസാനത്തിൽ ഇൻസുലിൻ അടിച്ച് നിൽക്കുന്നിടത്തേക്കാണ് കുത്തബ് മിനാറിന്റെ കേക്കുമായിട്ട് നമ്മൾ പോണത്. ആർഭാടവും
അല്ല നൽകിയ അനുഗ്രഹത്തിന് എതിരായി ജീവിക്കാനുള്ള മനസ്സും. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നൽ മുബദ്ദിരീന, ഇങ്ങനെ തോന്നിവാസികളായി ധാരാളിത്തം കാണിച്ച് ജീവിക്കുന്ന ആൾക്കാര് കാനു ഇഖ്വാന ശയാത്തീൻ, അവർ ശൈത്താന്റെ കൂട്ടാരാണ്. അള്ളാഹുമായിട്ട് അവർക്ക് ബന്ധമല്ല. എന്നിട്ട് അള്ളാഹുവിന്റെ വാക്കെന്നറിയോ, വകാന ശൈത്വാൻ റബ്ബിഹി കഫൂറ. അറിയണം, ഞാൻ ശൈത്താന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ശൈത്താൻ എന്നോട് ധിക്കാരം പ്രവർത്തിച്ചവനാണ്. എന്നോട് ധിക്കാരം പ്രവർത്തിച്ചവന്റെ കൂടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല. കാരണം നിങ്ങൾ മുസ്ലിമീങ്ങളാണ്. സഹോദരൻ, നമ്മൾ വീട്ടിൽ നടക്കാൻ കേട്ടോ, പൈസ ഉള്ളോൻ ഈ സകല തോന്നിയാസം കാണിക്കുമ്പം പാവപ്പെട്ടവന്റെ വീട്ടിൽ ഒപ്പിക്കാൻ നിൽക്കാണ്. ഓൻ 25,000-ന്റെതെങ്കിലും നടത്തണം. അല്ലെങ്കിൽ പെൺകുട്ടികൾ തെറ്റും, ആൺകുട്ടികൾ തെറ്റും. ഐഫോൺ ഇല്ലാതെ നല്ല പുതിയ ആപ്പിളി ആകൂല. സോങ്ങളെ 30,000 റുപ്യന്റെ ഫോൺ എടുത്താ പോരാ. 1.5 ലക്ഷം നാട്ടിൽ കൂലിപ്പണിക്കണോനും ഓട്ടോറിക്ഷ ഓട്ടുന്നവനും നിത്യവേലക്ക് വേണ്ടി പെയിന്റ് അടിക്കണോനും സാധുവായ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കട്ടപ്പെട്ട ഒരു കല്യാണത്തിന് വേണ്ടി പൈസ ഉണ്ടാക്കുമ്പോൾ ഓ നല്ല പുതിയാപ്പിളല്ല. ആരാ ഈ സംസ്കാരം ഉണ്ടാക്കിയേ? ആരാ സഹോദരങ്ങളെ? നിസ്കരിക്കണ നമ്മളെ വീട്ടിൽ ഈ വൃത്തികേട് ആരുണ്ടാക്കി? കാരണവന്മാരും മുതിർന്നവരും പ്രാർത്ഥനാ നിർഭരമായി പിരിഞ്ഞൊരു സദസ്സിനെ ശൈത്വാന്റെ കൂട്ടാളികൾ എന്ന് അള്ളാഹുവിന് ആയത്തിന്റെ പശ്ചാത്തലത്തിൽ പറയാൻ പറ്റുന്ന വൃത്തികേട് എങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായി? എന്തുകൊണ്ടറിയോ? ദീന് കല്യാണത്തിന് പാടില്ല നമ്മുടെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ തീരുമാനിച്ചു. നിങ്ങളെ മാറണം. നമ്മുടെ മഹല്ലാണ് ആദ്യം മാറേണ്ടത്. കേരളത്തിൽ മാറേണ്ട ആദ്യത്തെ മഹല്ല് നമ്മുടെ മഹല്ലാണ്. നമ്മളെ മഹല്ല് ഉണ്ടാകാൻ പാടില്ല. സഹോദരിമാരെ, നിങ്ങൾ തോണ്ടിയുടെ അടിസ്ഥാനത്തിലും നിങ്ങൾ ന്യായീകരിക്കുന്ന അടിസ്ഥാനത്തിലാണ് വീട്ടിൽ നിന്ന് സംഭവിക്കണമെങ്കിൽ നടക്കാൻ പോകുന്ന മുഴുവൻ കുറ്റവും നിങ്ങൾക്കുണ്ടാകും. ശ്രദ്ധിക്കണത് നമ്മുടെ കാരണം കൊണ്ടുണ്ടാകാൻ പാടില്ല, നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, കഴിഞ്ഞോ? അവിടെ തുടങ്ങാൻ ഇസ്ലാമികമായി വിവാഹത്തിന് ഒരാൾ ക്ഷണിക്കലും ഭക്ഷണം കൊടുക്കലും എത്ര വലിയ പുണ്യാണ്. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതയെ പറ്റി പറഞ്ഞെടുത്ത് നബി പറഞ്ഞ വാക്കാണ്, ഇദാ ദുഇയ അഹദുക്കും ഇലാ വലീമ. ആരെങ്കിലും നമ്മളെ വിവാഹ സദസ്സിലേക്ക് ക്ഷണിച്ചാൽ ഫല്യഅതീഹ, നിങ്ങൾ ആ ചോദ്യത്തിന്, ആ ക്ഷണത്തിന് നിങ്ങൾ മാന്യമായി മറുപടി പറയണം. പോകണം. പറ്റുമെങ്കിൽ ക്ഷണിക്കുന്നത് പുണ്യാണ്, പോകുന്നത് പുണ്യമാണ്, ഭക്ഷണം കഴിക്കുന്ന പുണ്യാണ്, ഭക്ഷണം കൊടുക്കുന്ന പുണ്യാണ്. അത്രയും ശ്രേഷ്ഠകരമല്ലേ ആണ്. ആ വലീമയെയും ആ ക്ഷണത്തെയും ഇന്നെന്തേ ആക്കിയ ദർശനങ്ങളെ? ഒരു കാലഘട്ടത്ത് ഓരോ വീട്ടിലും കയറിപ്പോയിട്ടേന്ന് ക്ഷണിച്ചിരുന്നത്. ഇപ്പോഴും പ്രധാനപ്പെട്ടവരുടെ വീടുകളിലേക്ക് നമ്മൾ പോകും. പിന്നീട് അത് ഫോൺ വിളിയായി, കാർഡ് കൊടുക്കലൊക്കായി. ഇപ്പൊ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ സ്വാഭാവികമാണ്. നമ്മൾ പരസ്പരം കത്തുകൾ അയക്കും, ഫോൺ വിളിക്കും. വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് വരും. നമ്മൾക്കത് മതിദാനും അൽഹംദുലില്ലാ. പക്ഷേ അയിമ നിന്നില്ല. പിന്നെന്താണെന്നറിയോ? അതിന് പ്രത്യേക പേര് വന്നു, സേവ് ദ ഡേറ്റ്. സേവ് ദ ഡേറ്റ് ആണ്, ഡേറ്റ് സേവ് ചെയ്യാന്നാണ്. അതിനല്ല പ്രശ്നം. പക്ഷെ അതിന്റെ പേരിൽ നിക്കാഹ് കഴിയാത്തവർ, നമ്മളെ വീട്ടിലെ ആൺകുട്ടിയും പെൺകുട്ടിയും, അവർ ക്യാമറമാന്റെ കൂടെ 4 കൂട്ടാരും കൂട്ടി പോകുക. എന്നിട്ട് കടൽ തീരത്തിനുള്ളിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെക്കുക, കെട്ടിപ്പിടിക്കുക, ചുംബിക്കുക. ക്യാമറമാൻ പറയാണ്, ആദ്യത്തെ ഉമ്മ ശരിയായില്ല, വീണ്ടും കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, വീണ്ടും കെട്ടിപ്പിടിക്കുക. എന്നിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനാണ് കെട്ടണമെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലം ഉണ്ടാക്കിയിട്ട് യൂണിഫോം ഇട്ടായിട്ട് ലാത്തിയായിട്ട് അഭിനയിക്കുക. വക്കീലാണെങ്കിൽ വക്കീലിന്റെ കോട്ടിട്ടാണ്ട് അഭിനയിക്കുക. എന്തിനേറെ സഹോദരങ്ങളെ, ശരീരത്തിന്റെ നഗ്നത പോലും ചളിക്കുണ്ടിലും വെള്ളത്തിലും ആളുകൾക്കിടയിൽ അപഹാസ്യമാകുന്ന രൂപത്തിൽ വിവാഹത്തിന്റെ മുന്ന് സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചിട്ടും ആലിംഗനം ചെയ്തിട്ടും ആളുകൾക്കിടയിൽ വീഡിയോയുണ്ടാക്കി അതിന്റെ അവസാനം കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴോ നെറ്റിയിൽ ഉമ്മ വെക്കുമ്പോഴോ ചുണ്ടുകൾ തമ്മിൽ ചേരുമ്പോഴോ അവിടെ സേവ് ദ ഡേറ്റ് ഫെബ്രുവരി 24 ഓൾ ആർ വെൽക്കം. ആർക്കയച്ചെന്നറിയോ? പള്ളിക്ക് നിസ്കരിച്ച് പോണോന്റെ ഫോണൊക്കെ അയച്ചുതരാൻ. മൂത്താപ്പാങ്ങൾ പങ്കെടുക്കണം, എളാപ്പാങ്ങൾ പങ്കെടുക്കണം. ഏതില്? ഈ വൃത്തികേടില്ല സഹോദരങ്ങളെ. ഈ വൃത്തികേടിൽ പങ്കെടുക്കാനാണോ ക്ഷണിക്കുന്നത്? ഇത് പറയുമ്പോൾ നമ്മൾക്കറിയണം സഹോദരങ്ങളെ, വിവാഹത്തോട് കൂടിയിട്ടാണ് ഒരു പുരുഷനും സ്ത്രീക്കും ഇസ്ലാമികമായി സ്പർശനങ്ങളും ആലിംഗനങ്ങളും ചുംബനങ്ങളും അള്ളാഹ് അനുവദിച്ചത്. എന്തുകൊണ്ട്? അതറിയണം. എന്തുകൊണ്ട് ഒരാൾ വിവാഹത്തിന് വേണ്ടി ഉറപ്പിച്ചു? നമ്മൾക്ക് അനുഭവല്ലേ? കല്യാണത്തിന്റെ അന്ന് വരന്റെയും കൂട്ടരുടെയും തോന്നിവാസങ്ങൾ കൊണ്ട് കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വേറെ നിക്കാഹ് കഴിച്ച നമുക്കറിയില്ലേ? അറിയാലോ. വധുവിന്റെയും കൂട്ടരുടെയും സ്വഭാവ ദൂഷ്യം കൊണ്ട് കല്യാണം മുടങ്ങിപ്പോയാൽ പിറ്റേ ദിവസം അവർക്ക് കെട്ടിക്കൂടെ? എന്തുകൊണ്ട്? അവർ പരസ്പരം വിവാഹം കഴിഞ്ഞിട്ടില്ല, അന്യരാണ്. അതുകൊണ്ട് പിറ്റേ ദിവസമല്ല, അന്ന് വൈകുന്നേരം തന്നെ മുടങ്ങിപ്പോയ വിവാഹം
അന്ന് വൈകുന്നേരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ കെട്ട. എന്തുകൊണ്ട്? അവർ അതുവരെ അന്യരാണ്. എന്നാൽ ഇവിടെ നടക്കണെന്താ? പിറ്റീസം ബൈക്കുമ്പോ പറഞ്ഞയച്ച് ഉമ്മാരൊക്കെ അത് കുഴപ്പമില്ല എന്നിട്ട് പറഞ്ഞയച്ച് അവരെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് അവരുടെ ജീവിതത്തിൽ ശരീരത്തിൽ സ്പർശനങ്ങൾ നടക്കുമ്പോൾ അറിയണം നബി പറഞ്ഞത് വിവാഹം കഴിയുന്നതിന്റെ മുമ്പ് ഒരു പുരുഷനും സ്ത്രീയും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുന്നതും സ്പർശിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും അതിനേക്കാളും അവന് നല്ലത് സ്വന്തം തലക്കകത്തേക്ക് ആണി അടിച്ചു കയറ്റലാണ് നബിയായി പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല മിമ്പർമെന്ന് പുതിയ ആശയം ഉണ്ടാക്കല്ല, നബി പറഞ്ഞ വാക്കാണ്. ഇത് നമ്മളെ വീട്ടിൽ നടക്കണു. വാപ്പാരെ നമ്മൾ എന്താ പറഞ്ഞറിയോ? അത് കുട്ടികളെ ഇഷ്ടാണ്. സോങ്ങളെ കുട്ടികളെ താല്പര്യം ശരി, കുട്ടികളെ താല്പര്യം കൊടുക്കുന്ന ജ്യൂസിൽ പൈനാപ്പിൾ വേണ്ട വാപ്പ, അവക്കാഡോ മതി എന്ന് നമുക്ക് സമ്മതിക്കാം. ബിരിയാണി വേണ്ട, നെയ്ച്ചോറും കുറുമിയും മതി പറഞ്ഞ സമ്മതിക്കാം. ഇതെന്താണ് സോങ്ങളെ? അള്ള പറഞ്ഞത് വേണ്ട വാപ്പ, ശൈത്താൻ പറഞ്ഞത് മതി. അതിന് സമ്മതിക്കാനാ കൂട്ടരെ നമ്മൾ പള്ളിക്ക് നിസ്കരിക്കണത്? അതിന് സമ്മതിക്കാനാ വാപ്പാരെ നിങ്ങൾ ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കിയത്? അതിന് സമ്മതിക്കാനാണോ അമ്മാനെ സലഫി മസ്കറ്റ് ജുമഅക്ക് വരുന്നത്? ഇത് സമ്മതിക്കാനാ? ഇതെന്തിനാ പറഞ്ഞറിയോ? ഇതൊരു കോമൺ ആയി നമ്മുടെ നാട്ടിൽ മാറി. നിസ്കരിക്കണ നോമ്പൊക്കെ പള്ളിക്കെന്ന് മിമ്പർമെന്ന് കുത്തു പറയണ മൗലവിന്റെ കല്യാണത്തിന് വരെ ആൾക്കാർക്ക് പോകാൻ പറ്റാതെയായി. കേട്ടതൊരു കോമൺ സാധനമായി. ഇതൊന്നും പറയണ്ട, ഇതൊന്നും കേൾക്കണ്ട, അതൊക്കെ എല്ലാവർക്കും കൂടി ആയ രൂപത്തിൽ നടന്നോട്ടെ. അവനാൻ ഇഷ്ടല്ലേ സഹോദരങ്ങളെ? അവനാൻ ഇഷ്ടല്ല, അള്ളാന്റെ ഇഷ്ടാണ്. വജ്ജഹത്ത് ചൊല്ലിയൊരാള് അവനാൻ ഇഷ്ടം എന്നല്ല പറയാ, അള്ളാന്റെ ഇഷ്ടാണിത്, പടച്ചോന്റെ ഇഷ്ടാണ്. അവിടെ അള്ളാഹു നമ്മൾക്ക് നൽകിയ നിഅമത്താണ് കല്യാണം. ആ കല്യാണത്തെ നമ്മൾക്ക് പടച്ചോൻ പൈസ എന്നത് അള്ളാന്റെ നിഅമത്താണ്. വിവാഹം അള്ളാഹു നടത്തി തന്ന അള്ളാന്റെ നിഅമത്താണ്. വരനെത്തുന്നത് പടച്ചോന്റെ നിഅമത്താണ്. നമ്മൾ ക്ഷണിച്ചാൽ ആളുകൾ വരുന്ന അള്ളാന്റെ നിഅമത്താണ്. ആ നിഅമത്തിന് പടച്ചോനെതിരാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അള്ളാന്റെ പ്രഖ്യാപനം നമുക്കറിയില്ലേ? വഇദ് തഅദ്ദന റബ്ബുക്കും, അള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്ത്? ലഇൻ ശകർത്തും, ഞാൻ തന്ന നിഅമത്തിന് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നക്കും, എന്റെ അനുഗ്രഹങ്ങളും ബർക്കത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വലഇൻ കഫർത്തും, ഞാൻ തന്ന പൈസ കൊണ്ട്, ഞാൻ തന്ന കല്യാണം കൊണ്ട്, ഞാൻ തന്ന ആയുസ്സും സൗകര്യങ്ങളും സൗന്ദര്യവും കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെതിരായി എനിക്കെതിരായി ജീവിക്കാൻ തയ്യാറായാൽ ഞാൻ ഇന്ന അദാബി ലശദീദ്, പിന്നീട് എന്നിൽ നിന്ന് കിട്ടുന്നത് ശക്തമായ ശിക്ഷയായിരിക്കും. അതാ കുടുംബജീവിതത്തിൽ പിന്നെ ബാക്കിയുണ്ടാകുക. അടിണ്ടാവും, കച്ചറുണ്ടാവും, പ്രശ്നമുണ്ടാവും. കാരണം അസില് തന്നെ പൊട്ടുകയാണ്. ഉണ്ടാകരുത് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞത് ഇതിന്റെ മുന്നിൽ ഇത്രയും കാലം ഇവിടെ ഇരിക്കണോ ഓരോരുത്തരും കല്യാണം നമുക്ക് എന്തെങ്കിലും നഷ്ടബോധം തോന്നിക്കണോ? സേവ് ദ ഡേറ്റ് വീഡിയോ ചെയ്യാത്തോണ്ട് നമ്മളെ കല്യാണത്തോല്ലോ പറ്റിക്കണോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് ഈ പറയണത്? അതിന്റെ അർത്ഥം എന്താണ്? എല്ലാവരും ഇങ്ങനെ മുറുക്കി പിടിച്ച അല്ല, കല്യാണാണ്, സന്തോഷാണ്. പക്ഷെ അതിർവരമ്പ് ലംഘിക്കുമ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂന്നില്ലേ? അത് ലിബറൽ ആൾക്കാർ കൊണ്ടുവന്നതാണ്. അതിർവരമ്പ് ലംഘിക്കുമ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂ. അതിൽ നമ്മൾ പെടരുത്. ഇത് രണ്ടും കഴിഞ്ഞോടുകൂടിയേ കുടുംബത്തിൽ സംഭവിക്കുന്ന അറിയോ? അനുഭവിച്ചവർക്ക് ശരിക്കും മനസ്സിലാവും. കുടുംബത്തിൽ അതുവരെ നിസ്കരിക്കാത്തവനും നോമ്പോൽക്കാത്തവനും ദീനിയായി ജീവിക്കാത്തവനും സ്പേസായി കല്യാണത്തില്. ഇത് രണ്ടും ഏത് മുട്ടായി എടുക്കൽ ചടങ്ങും സേവ് ദ ഡേറ്റും കഴിഞ്ഞോടൊഴിയിട്ട് അതുവരെ ആ വിഷയത്തിൽ ഇടപെടാത്ത, പഠിക്കാൻ പോയോടത്തോലും പള്ളിയായിട്ട് ബന്ധമില്ലാത്തോലും പ്രസ്ഥാനോ സംഘടനയ്ക്ക് എന്തിനാ കുറെ പള്ളി, എന്തിനാ വിജ്ഞാനവേദി എന്ന് ചോദിക്കണവനുണ്ടല്ലോ. ഓനേക്കാരൻ പിന്നെ ബാക്കി മുഴുവൻ ആ കല്യാണത്തിൽ നടത്തുക. താടിയച്ചോന് അവിടെ ഗ്യാപ്പ് ഉണ്ടാവില്ല, ബാപ്പാക്ക് ഉണ്ടാവില്ല, ഉമ്മാക്ക് ഉണ്ടാവില്ല, ദീനിലോനൊരു വർത്താനം ഉണ്ടാവില്ല. കാരണം തുടക്കത്തിൽ രണ്ട് നമ്മൾ സമ്മതിച്ചു. പിന്നെ കല്യാണം വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത പേരിൽ നമ്മുടെ വീടുകളിൽ 4-5 ദിവസം കൊണ്ടാടും. മഞ്ഞ കല്യാണം, പച്ച കല്യാണം, മൈലാഞ്ചി കല്യാണം, എന്നിട്ട് അതിന്റെ പേര് മെഹന്തി. ആൾക്കാരിടാണ്, സഹോദരിമാരിടുകയാണ് ഓരോ പേര്. മെഹന്തി, റംഗോലി, ഹൽദി. എന്നിട്ട് ഓരോരുത്തരും സഹോദരങ്ങൾ അന്നെല്ലാവരും മഞ്ഞ പോളിസ്റ്ററിന്റെ ചുരിദാറിട്ട് ഒരു ഉമ്മ ഈ അങ്ങാടി കൂടെ അന്നല്ലാതെ വേറെ ദിവസം ഇറങ്ങോ? മഞ്ഞ പോളിസ്റ്ററിന്റെ ചുരിദാറിട്ട് ഒരു ഉമ്മതി കൂടെ ഇറങ്ങോ? വാപ്പാരെ പച്ച ഷർട്ട്, പോളിസ്റ്ററിന്റെ പച്ച ഷർട്ട് ഇട്ടിട്ട് നിങ്ങൾ ഇതിൽ കൂടെ വേറെ ദിവസം ഇറങ്ങോ? എന്തേ അന്നിറങ്ങാൻ കാരണം? എന്തേന് കാരണം അറിയോ? പിറ്റീസ റീൽസിൽ കാണണം, പിറ്റീസ സ്റ്റാറ്റസിൽ കാണണം. 15 സെക്കൻഡിന്റെ സ്റ്റാറ്റസിന് വേണ്ടി സ്വർഗലോകം വിൽക്കാൻ തയ്യാറാകുന്ന കൗമാ കൂട്ടരെ നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കണ്.
നമ്മളിത് അറിയണ്ടേ, ഇത് പറയണ്ടേ, ഇത് നമ്മളെ മഹലിൽ നിന്ന് മാറണ്ടേ. ഉണ്ട് എന്നല്ല പറയണ്ടേ, ഉണ്ടാകരുത്. ചർച്ച വരുമ്പോ ആദ്യം ബാപ്പാരുമാരും പറയണം, തോന്നിയാസ് ഒഴിവാക്കിയിട്ടുള്ള വിവാഹമത്തിന് ഇന്റെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുമെന്ന് പറയണം. അതിനുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ടാകണം. അതിന്റെ പേരാണ് ബാപ്പ, അതിന്റെ പേരാണ് അമ്മോന്, അതിന്റെ പേരാണ് ഉമ്മ, അതിന്റെ പേരാണ് വല്യാപ്പ, അതിന്റെ പേരാണ്. എന്നിട്ട് ഒരു ദിവസം 4-5 ദിവസം അതിന്റെ തലേന്ന് നിക്കാഹപ്പുറം കഴിഞ്ഞിട്ടുണ്ടാവില്ല, തലേന്ന് വരന്റെ സർപ്രൈസ് എൻട്രി, പുതിയതാണ്, 2024 തലേന്ന് വരിക. എന്നിട്ട് അത് കുറെ ഫോട്ടോഷൂട്ട് എടുക്കുക, കുറെ ആളുകൾ വരിക. ഒറ്റ ദിവസങ്ങൾ ഒരേ ഡ്രസ് ഇടാൻ പാടില്ല. നിശ്ചയത്തിന് വേറെ ഡ്രസ്, സേവ് ദ ഡേറ്റിന് വേറെ ഡ്രസ്, 5 ദിവസത്തെ കല്യാണത്തിന് 5 ഡ്രസ്. ഇതൊക്കെ ഒരു കല്യാണത്തിന്റെ പേരിൽ നടക്കുകയാണ്. ഇങ്ങോട്ട് ഉമ്മാരെ നിങ്ങൾ പറയണം എന്താ അറിയോ, പെൺകുട്ടികളെ ഈ നാട്ടിലെ ആളുകൾക്ക് ഓരോ കുട്ടി ജനിക്കുമ്പോഴും അവർക്ക് വേറൊരു മനസ്സോടുകൂടി കാണാണ്, പെൺകുട്ടികൾക്ക് പീഡനാണ്. നിങ്ങൾ ഈ സമ്പ്രദായം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ കെട്ടിക്കുമ്പോഴേക്കും ഒരു ബാപ്പാന്റെ ഒരു ഉമ്മാന്റെ ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ച പൈസ നിങ്ങൾ ഈ 4-5 കല്യാണം ദിവസം കൊണ്ട് നടത്തുന്ന കല്യാണം കൊണ്ട് പോകണോണ്ടാണ് രണ്ടാമത്തെ ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോഴേക്കും നെഞ്ചു പടക്കുന്നത്. അതുകൊണ്ട് അബോർട്ട് ചെയ്യണത് നിങ്ങളതിന് കാരണം. ഈ തോന്നിവാസാണ് ഇതിന് കാരണം. ദീനീ കുറവും ഈ തോന്നിവാസവും. എന്നിട്ട് ഇസ്ലാമികമായ സദസ്സിലേക്ക് ആര് വരികയാണ്? ഗാനമേള ട്രൂപ്പ് വരിക. എന്നിട്ട് ഗാനമേള ആങ്കറിങ് ഏതാ സൗങ്ങൾ നടക്കണറിയോ? മൻ തസവ്വജ ഫഖദ് ഇസ്തക്മല നിസ്വദ്ദീൻ. ഒരാൾ കല്യാണം കഴിച്ചാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പകുതി ഭാഗം പൂർത്തിയായി എന്ന് പറയുന്ന ഇസ്ലാമികമായ കർമ്മം നടക്കുന്നിടത്താണ് ഗാനമേളയും ട്രൂപ്പും ഹാഫ് കൈയും മുക്കാ കൈയിട്ട് ആൾക്കാരുടെ ഡാൻസും നടക്കുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് ആലോചിക്കേണ്ടത് എന്താ അറിയോ? നിക്കാഹ് പറഞ്ഞ ഇസ്ലാമിൽ എന്താ? നിക്കാഹ് എന്താ നമ്മൾ അറിയണല്ലോ. എന്താ നിക്കാഹ്? പെരുന്നാള് പോലെയാണ്. പെരുന്നാൾ ഇസ്ലാമിൽ ആരാധനല്ലേ? ആണ്. എന്നാൽ ആഘോഷമല്ലേ? ആണ്. ഇത് രണ്ടും പാടെ ചേർന്നതാണ്. അതുകൊണ്ടാണ് ഇതൊരു ആരാധനയും പുണ്യകർമ്മമായതുകൊണ്ടാണ് ഇതിന് മഹർ വേണമെന്ന് പറഞ്ഞത്. വലിയ വേണം, സാക്ഷികൾ വേണം. ഇതിൽ ത്വലാഖ് എന്ന നിയമമുണ്ടായത്, ഫസ്ഖ് എന്ന നിയമമുണ്ടായത്, മധ്യസ്ഥത എന്നുള്ള നിയമമുണ്ടായത് ഇത് ഇസ്ലാമിന്റെ ശരീഅത്തായതുകൊണ്ടാണ്. ആ ശരീഅത്തിനായ ഒരു കർമ്മം ഇവിടെ നടക്കുമ്പോൾ, ഇവിടെ നടക്കുമ്പോ അവിടെ ഗാനമേള, ഇവിടെ നടക്കുമ്പോ അവിടെ ഡാൻസ്. അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മനസ്സാക്ഷിയുള്ള ദീനീബോധമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? എന്നിട്ട് വരന് JCB കേരളക്കരയിലെ പടക്കം പൊട്ടിച്ചിട്ട് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയുടെ ചെവി പൊട്ടിയ നാടാ നമ്മളെ നാട്. മുസ്ലിമികൾ കല്യാണത്തിന് അവിടെയും മൗലവിനെ വിളിക്കുമല്ലോ സോങ്ങളെ. ഒരാളെങ്ങനെ വിളിച്ചിങ്ങനെ ഇരുത്തും, ഇങ്ങനെ ഇരുത്തും. എന്നിട്ട് അവിടെ പടക്കം പൊട്ടിക്കൽ, ഇവിടെ പൂത്തിരിയും. ആകെന്താ മൗലവിനോട് പറയോ? മൗലവി ആൾക്കാരൊക്കെ കുറെ നേരമായി കാത്തുക്കണ്ട്, 5 മിനിറ്റ് കൊണ്ട് നിർത്തണട്ടോ. ആകെ പറയതാണ്. വരനോട് മുണ്ടൂല, വധുവിനോട് മുണ്ടൂല, പടക്കം പൊട്ടിച്ചോനോട് മുണ്ടൂല, പറയാനുള്ള നട്ടലില്ല. ആകെ എന്താ അറിയോ? 1 മണിക്കൂർ കാത്തുന്ന മൗലവിനോട് എല്ലാവർക്കും ചോറുന്നാൻ പൂതിയായിക്കണ്, അതുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് നിർത്തണട്ടോ, ഏറണ്ട. ഈ പറയാനുള്ള ഗഡിച്ചുണ്ടല്ലോ, ഇത് അങ്ങാടിയിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ കച്ചറുന്ന ആ ഗഡിച്ചുണ്ടല്ലോ, അത് അവനാന്റെ മക്കൾ നിർത്തിയാണ്ട് പറയാണ്ടായാ മതി. അതുണ്ടാകണില്ല. വിവാഹം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് കേറി വരാൻ നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്താ അറിയോ? നമ്മൾ വിളിക്കണ സദസ്സിലെ 5% ആൾക്കാർക്ക് ഇത് പറ്റുള്ളൂ. ബാക്കി 95% ആൾക്കാർ ഇതിനെതിരാണ്. നമ്മൾ ആരെയാ പരിഗണിക്കണ്ടേ? 95%. പക്ഷെ നമ്മൾ ആരെയാ പരിഗണിക്കണ അറിയോ? നിസ്കാരോ നോമ്പോ ഖുത്ബേ ജുമഅ ഒന്നുമില്ലാത്തൊരു 4 കൂട്ടാരും 4-5 ചെക്കന്മാരും പരിഗണിച്ച് നമ്മളെ ഇതുവരെ ആദരവോടെ ബഹുമാനത്തോടെ കണ്ട മുഴുവൻ മനുഷ്യന്മാരും നമ്മൾ വെറുപ്പിച്ച് പറഞ്ഞേക്കുക. ഉണ്ടാകരുത് സോങ്ങളെ, ഉണ്ടാകരുത്. നമ്മുടെ വിവാഹം നമ്മുടെ കൺട്രോളിലാണ് ആകേണ്ടി. നമ്മുടെ വിവാഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്, നമ്മളുമായി ബന്ധപ്പെട്ടാണ്. നബി 2 ആൾക്കാരെ പറഞ്ഞു തരാൻ. ഒന്ന്, ഫഹാദാ ബി അഫ്ളലിൽ മനാസിൽ, പടച്ചോന്റെ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠതയുള്ള പദവി കിട്ടുന്ന ആള് ആരാന്നറിയോ? റജുലുൻ ആതാഹുല്ലാഹു മാലൻ വ ഇൽമൻ. ഒരാൾക്ക്, ഒരു കുടുംബത്തിന്, വാപ്പാക്കും ഉമ്മാക്കും അല്ലാഹു പൈസയും കൊടുത്തു, വിജ്ഞാനം കൊടുത്തു, ദീനിയായ തൗഹീദും കൊടുത്തു. ഫഹുവ യത്തഖീ ഫീഹി റബ്ബ. പൈസ കൊണ്ടും ദീന് കൊണ്ടും അല്ലാഹനെ സൂക്ഷിച്ച് ജീവിച്ചു. പടച്ചോൻ ഇട്ടല്ലാത്തതൊന്നും ആ പൈസ കൊണ്ട് ചെയ്തില്ല എങ്കിൽ പടച്ചവന്റെ പക്കൽ ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനമാണ് അവർക്കുള്ളത്. രണ്ടാമതാരെന്നറിയോ? ബി അഖ്ബസിൽ മനാസിൽ,
ഏറ്റവും മോശക്കാർ, നരകത്തിൽ അള്ളാഹു അങ്ങേയറ്റം ശിക്ഷിക്കുന്ന വിഭാഗം ആരാണവർ? റജുലുൻ ആതാഹുല്ലാഹു മാലൻ വലം യുഅ്തിഹി ഇൽമ. പൈസ കൊടുത്തുകണ്, പക്ഷേ ഒരു ദീനിയായ അറിവിലേക്ക് വന്നില്ല. അതുകൊണ്ട് എന്താണെന്നറിയോ? ഫഹുവ യഖ്ബിതു ഫീ മാലിഹി ബിഗൈരി ഇൽമിൻ വലാ യത്തഖി ഫീഹി റബ്ബ. ആ പൈസ കൊണ്ട് പടച്ചോൻ ഇഷ്ടല്ലാത്തിനൊക്കെ ചെലവഴിച്ചു. ഗാനമേളക്ക്, പടക്കം പൊട്ടിക്കാൻ, പൂത്തിരി പൊട്ടിക്കാൻ. എന്നിട്ട് ഇങ്ങനെ വധു വരുമ്പം പല്ലക്കിൽ ഇങ്ങനെ വരിക, എന്നിട്ട് ആൾക്കാർ ഇങ്ങനെ മൗലവി ഇങ്ങനെ കാത്തിക്കുക. ആൾക്കാർ പോന്നോ ഇല്ല, ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ ചെറുക്കനും ടീമും നിൽക്കുക. എന്തേ? ഓന്റെ ഒരു ചങ്ങായി വരാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ 1000-700 ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയാൻ മോശമല്ലേ ഓല വിളിക്കുന്നത്? നാട്ടിലെല്ലാരും വയറ് വിശന്ന് നിൽക്കുമ്പം ഓങ്ങനെ വന്ന്, എന്നിട്ട് അവസാനം നിക്കാഹ് കഴിഞ്ഞ് വധു ഇങ്ങനെ വന്ന് റൗണ്ടാക്കി ഓൻ കൈയോണ്ട് പിടിച്ച് കയ്യുമ്മ ഉമ്മ വെച്ച്. സഹോദരങ്ങളെ, ഉമ്മ വെക്കാണ്ടെങ്കിൽ റൂമുക്കാ പോണ്ടിയായി. പബ്ലിക്കിൽ ഉമ്മ വെക്കുന്നത് ഏത് നാട്ടിലത്തെ സംസ്കാരാണ്? ഉമ്മാനുമ്മ വെക്കാം. അവനാന്റെ ജീവിതത്തിൽ പെങ്ങളെ വാരിപ്പിണർന്ന് ഉമ്മ വെക്കാം. വിവാഹം കഴിഞ്ഞ് സ്റ്റേജുമ്മ പബ്ലിക്കായിട്ട് ഒരാവശ്യമല്ലാതെ ഫോട്ടോയില് കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മ വെക്കുന്നത് സഹോദരങ്ങളെ ഏത് സംസ്കാരാണ് ഇത്? നമ്മളെ വീട്ടിലേക്ക് വരുമ്പം പള്ളി മിമ്പറിൽ നിന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ആരാ പറയാ? ഇത് നമ്മളെ വീട്ടിലേക്ക് വരുന്നു, നമ്മളെ കുട്ടികൾക്ക് ഇത് പ്രശ്നമില്ലാതാവുന്നു. കല്യാണത്തിന് ഒന്നിലോലും ഉണ്ടാവില്ല. പിന്നെ അപ്പക്കാണ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്, അപ്പക്കാണ് മൈസൂരിൽ നിന്ന് വരുന്നത്, അപ്പക്കാണ് ഹോസ്റ്റലിൽ നിന്ന് വരുന്നത്. എന്നിട്ട് ഇതുവരെ ഇവിടെ ഉണ്ടാക്കിയ എല്ലാ ദീനും പൊളിച്ചിട്ട് 4-5 ആൾക്കാരെ കൂടിയിട്ട് അവനാന്റെ വീട് ശൈത്വാന്റെ വിളനിലയമാക്കി ആണ് മാറ്റി കാലാകാലം ഒരു മനുഷ്യന്റെ മുന്നിൽ വർത്താനം പറയാൻ കഴിയാത്ത രൂപത്തിൽ കല്യാണം ആക്കുക. 2 പരിഹാരം കണ്ടി. ഒന്ന് വാപ്പാരന്മാരെ ശരിക്കും മനസ്സിലാക്കണം. അവനാന്റെ പൈസ പടച്ചോൻ ഇഷ്ടല്ലാത്ത രൂപത്തിൽ ചെലവഴിച്ചാൽ, നബിന്റെ ഹദീസ് കേട്ടത് ഒന്നുകൂടി പറയാൻ, ലാ തസൂല ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അലു അൻ. നാളൊരു കാലൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ അല്ലാഹ് സമ്മതിക്കൂല. താഴെ പറയുന്ന കാര്യങ്ങൾക്ക് അള്ളാഹിനോട് കൃത്യമായി, നാട്ടിലെ ന്യായീകരണമല്ല, അള്ളാഹിന്റെ മുന്നിൽ കൃത്യമായി മറുപടി പറയാതെ. അതിൽ മൂന്നാമത്തെ എന്താ അറിയോ? അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു. എങ്ങനെയാ പൈസ ഉണ്ടാക്കിയത്? ഗൾഫ് പോയി നയിച്ചതായിരിക്കും, കട്ടപ്പെട്ടതായിരിക്കും, ബിസിനസ് ചെയ്ത് രാവും പകലും ചോര നീരാക്കി അധ്വാനിച്ചതായിരിക്കും. ഉമ്മാരെ, നിങ്ങൾ ഇല്ല പൈസ ഓരോന്ന് ഉണ്ടാക്കിയതായിരിക്കും. അത് ഹലാലായിരിക്കും. വഫീമ അൻഫഖഹു. അതെങ്ങനെയാ ചെലവഴിച്ചത്? ആ ബില്ലല്ല അങ്ങനെ ചോദിക്കും. ഗാനമേളക്കാരന് കൊടുത്തതുണ്ടാകും, ഡാൻസ് ചെയ്തവന് കൊടുത്തതുണ്ടാകും, സഹോദരൻ ഉണ്ടാകും, പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ കൊടുത്തതുണ്ടാകും, പൂത്തിരി കത്തിച്ചതിന്റെ പേരിൽ കൊടുത്തതുണ്ടാകും, സ്റ്റേജ് കയറി ഉമ്മ വെക്കാൻ കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ ബില്ല് പടച്ചോ ചോദിച്ചിട്ട് ഇത് ഏതാ ഹലാല് ചോദിക്കും. ഇതവിടെ മനസ്സിലുണ്ടാകണം. ശാന്തമായി കല്യാണത്തിന് മുന്നേ ഒരു 15 ദിവസം മുന്നേ ഇരിക്കുക. വാപ്പാരെ ഇരിക്കുക. ദീനാണ് പറയണത്. ഖത്തീബായതുകൊണ്ട് പറയാൻ ഇരിക്കുക. എന്തൊക്കെയാ മക്കളെ പ്ലാന്? ഓഡിറ്റോറിയൊക്കെ ആയില്ലേ, ഇങ്ങനെയായാലും എന്താ പ്ലാന്? അപ്പൊ ഓല് പറയാണ്, വാപ്പ അങ്ങനെ ഒരു സംഗതി ഉണ്ട് മക്കളെ, ദീനി വിരുദ്ധമായൊരു സംഗതി ചെയ്യരുത് കേട്ടോ. എല്ലാരും ഇസ്ലാമികമായി സന്തോഷിച്ചോട്ടെ, ആനന്ദിച്ചോട്ടെ, ഫോട്ടോ എടുത്തോട്ടെ. അതിൽ ആർക്കാ സ്വങ്ങളുടെ പ്രശ്നം? കുട്ടികൾ വന്നോട്ടെ, കുടുംബക്കാരൊന്നിച്ചോട്ടെ, ആർക്കാ പ്രശ്നം? പക്ഷേ അവിടെ അനിസ്ലാമികമായ തോന്നിവാസങ്ങളും, അവിടെ സംഗീത നിശയും വൃത്തികേടുകളും ഔറത്ത് പോലും മറക്കാതെ നമ്മുടെ മക്കൾ സ്റ്റേജിൽ നിൽക്കുന്നു. അതുവരെ പള്ളിയിലും മദ്രസയിലും വേർപ്പെടാത്ത ഉമ്മാന്റെയും ബാപ്പാന്റെയും മക്കള് തല കാണിക്കുന്നു, കഴുത്ത് കാണിക്കുന്നു, മാരണം കാണിക്കുന്നു. പടച്ചോന്റെ ഒക്കെ നിന്ന് ബർക്കത്താ കല്യാണത്തിന് കിട്ടുക. ഉണ്ടാകരുത്. എന്ത് ഡിസൈൻ വെച്ചാലും മാരണം മറയണം, തട്ടം കൊണ്ട് മാരണം മറയണം, തല വെളിവാകാതിരിക്കണം, കഴുത്ത് മറയണം. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രധാനാണ്. സിൻഫാനി മിൻ അഹ്ലിന്നാർ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാത്തവർക്ക് നരകമുണ്ടാകും. അതിനേക്കാളും സങ്കടാണ് നിസ്കാരം പോലും വധൂവരന്മാർക്കില്ലാതെയാകുന്നു എന്ന് വിശദീകരിച്ച് പറയേണ്ടതാണ്. നിസ്കാരം പോലും സഹോദരങ്ങളെ, ഒരു നിക്കാഹിന്റെ ഏറ്റവും പ്രധാനം എന്താ അറിയോ? അവിടെ വന്ന ആൾക്കാരുടെ പ്രാർത്ഥനയാണ്. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫിൽ ഖൈർ. പടച്ചോനെ, ഞങ്ങൾ ആദ്യമായിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾക്കും അവൾക്കുമിടയിൽ സ്നേഹവും ഇഷ്ടം ഉണ്ടാക്കണം. ഞങ്ങൾ 2 കുടുംബത്തിനിടയിൽ ഐക്യമുണ്ടാക്കണം. ഞങ്ങൾക്കിടയിൽ പരസ്പരം ഇഷ്ടമുണ്ടാക്കണം. നാഥ, അതിന് ഞങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാകണം. ആ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ നീ അവർക്ക് ബർക്കത്ത് ചൊരിയണമേ. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥന കിട്ടുമോ? ഉമ്മാരോടും വാപ്പാരോടും യുവാക്കളോടും പെൺകുട്ടിയോട് ചോദിക്കാൻ, നിസ്കരിച്ചില്ലെങ്കിൽ ആ പ്രാർത്ഥന കിട്ടുമോ? ഔറത്ത് മറച്ചിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥന കിട്ടുമോ? അനുഗ്രഹത്തിന്റെ മലക്കുകൾ പ്രവേശിക്കാത്ത വൃത്തികേടുകൾ നടക്കുന്ന ഒരു സദസ്സിൽ
നല്ലൊരു മൗലവി വന്ന് ഖുത്ബ പറഞ്ഞാലും അള്ളാഹു ആ പ്രാർത്ഥന കേൾക്കുമോ എന്നാലോചിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഇതുവരെ അവിടെ കട്ടെ, മാറ്റം ഉറപ്പായിട്ടുണ്ടാകണം. എന്താ മാറ്റം എന്നറിയോ? ഞാൻ എടുക്കുന്ന തീരുമാനമാണ് എന്റെ ഭാവി എന്നറിയണം. ഞാൻ കല്യാണത്തെ എങ്ങനെ കൊണ്ടുപോകുന്നു അതാണ് എന്റെ ജീവിതത്തിൽ തിരിച്ച് അള്ളാഹു നൽകുക എന്ന ബോധ്യത്തിൽ ശുദ്ധരായി, ഭക്തരായി, ധീരരായി, പടച്ചോൻ ഇഷ്ടപ്പെട്ടവരായി നമ്മുടെ വിവാഹങ്ങൾ നടത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, രണ്ട് കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായത് ഇത്തരം സകല ആഭാസത്തരങ്ങളും ഉണ്ടാകുന്നുണ്ട് കടം വാങ്ങേണ്ടി വരുന്നു. ഒന്നാമത്തെ കുട്ടിയായിട്ടുള്ളൂ കേട്ടോ, ഇനി വാങ്ങാൻ 2-3 കുട്ടികളുണ്ടാവും. ആലോചിക്കുക, ബാക്കി വിശദീകരിച്ച് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് പറയാം. പലിശക്കെടുക്കുന്നു ആൾക്കാർക്ക് അന്നം കൊടുക്കണതിന് പലിശക്കെടുക്കുകയാണ്. സാധാരണ കല്യാണം നടത്തുന്ന എന്തിനാ കൂട്ടരെ പലിശ, എന്തിനാ കടം? സാധാരണ നമ്മളെ ആവതനുസരിച്ച് ചെയ്യണ എന്തിനാണ്? സ്റ്റാറ്റസ് ഇട്ട് ആളാകാൻ നടത്തുന്നോണ്ടല്ലേ ഇതൊക്കെ വരുന്നത്. പിന്നെ ജീവിതം കഴിഞ്ഞില്ലേ, വാങ്ങുമ്പോഴുള്ള ത്രില്ല് കഴിഞ്ഞില്ലേ. ഞായറാഴ്ചത്തെ കല്യാണം 6 മണി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ എങ്ങനെമാരെ, പിന്നെ ടെൻഷൻ അല്ലേ. പിന്നെ ജീവിതം മുഴുവൻ അത് നരകിച്ച് ജീവിക്കാണ്. നരകിച്ച് ജീവിക്കുക ഉണ്ടാകരുത്. മഹല്ലിനോട് പള്ളി കമ്മിറ്റിയും ഖത്തീബ് അടക്കമുള്ള ആൾക്കാരോട്, സോങ്ങളെ, നമ്മുടെ മഹല്ലിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. എന്താ അറിയോ? പടക്കം പൊട്ടിക്കുക, തോന്നിയാസം കാട്ടുക, ഇസ്ലാമിക വിരുദ്ധമായ സംഗതി നടക്കുന്ന ഒരു വിവാഹം മഹല്ലിന്റെ അടിസ്ഥാനത്തിൽ നടത്താൻ പറ്റൂല. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പള്ളി നിൽക്കുന്ന സ്ഥാനത്ത് പള്ളിന്റെ ഉള്ളിൽ നിന്ന് നടക്കുന്ന നിക്കാഹിന് വരെ ഇവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങിയ പൊട്ടും. ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ മഹല്ലല്ല കേട്ടോ, നമ്മുടെ മഹല്ലല്ല. ഒരു നിക്കാഹിന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ വരന്റെ കൂടെ വന്ന ടീമിൽ 10 ആൾക്കാർ മാത്രം ഉള്ളിൽ കയറി, ബാക്കി 10-25 ആൾക്കാർ പള്ളിന്റെ ബാക്കിൽ നിൽക്കുക. അപ്പൊ ഞാൻ അവരോട്, മക്കളങ്ങൾ കയറി, ഇപ്പം മുന്നിലിരിക്കണ 10-12 ആൾക്കാരല്ലേ, ഓല് നിങ്ങൾ തുടങ്ങിക്കോളി, ഓല് കയറൂല. ഞാൻ പറഞ്ഞു, മുസ്ലിം സഹോദരങ്ങളാണ്, സാരിലടാ കയറിയിരിക്കുക, കുഴപ്പമില്ല. എത്ര പറഞ്ഞിട്ടും കേറുന്നില്ല. അപ്പൊ മുന്നത്തെ ആൾക്കാർ പറഞ്ഞു, മൗലവി വിളിക്കണ്ട, ഓല് കുറച്ച് മിനിങ്ങിക്കണ്, പള്ളിന്റെ ഉള്ളിലാണിത്. അതെന്തുകൊണ്ടറിയോ? നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കമ്മിറ്റി ആകുമ്പോൾ, നമ്മൾ ഖത്തീബാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊരു സംഗതി എന്താ അറിയോ ഞങ്ങളെ? ഈ പടക്കം പൊട്ടിച്ചിട്ടും തോന്നിയാസം കാണിച്ചിട്ടും ഈ ഗാനമേള നടത്തിയിട്ടും അതിന്റെ അടിക്ക് നമ്മൾ ഈ പള്ളിന്റെ ബുക്കും ഖത്തീബി താടിയും വെച്ച് പോയിട്ട് ഒരു നിക്കാഹ് നടത്തുന്ന അത്ര അപഹാസ്യത ലോകത്തെന്താ? ചെയ്യരുത്. ഇതുവരെയൊക്കെ പോട്ടെ, പക്ഷെ അങ്ങനെ ആർക്കെങ്കിലും ഒരാൾ പറയാം അതിന്റെ പേരിൽ തെറ്റുപോകും. നിങ്ങൾ തെറ്റല്ലല്ലോ വിഷയം. അങ്ങനെ നടത്താൻ കഴിയാത്തവർ മറ്റൊരു മഹലിന്റെ ബുക്കിൽ നടത്തിക്കോട്ടെ. പക്ഷെ നമുക്ക് ധീരമായ തീരുമാനം എടുക്കാൻ കഴിയും. എന്താ അറിയോ? ഇത് നമ്മൾ നടത്തുന്ന പോരാട്ടാണ്. ഞാനിത് ബോധപൂർവം പറയാൻ, പരിസരത്തുള്ള പല മഹല്ലുകളിലും ഇതുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. പള്ളിയുടെ അകത്തളത്ത് പോലും നിക്കാഹ് കഴിഞ്ഞിട്ട് പുറത്ത് പടക്കം പൊട്ടിച്ച് ഹൗദിലെ വെള്ളം കൊണ്ട് പള്ളിക്കമ്മറ്റിക്കാർ അണക്കേണ്ടി വരുന്നു. അവിടെ നിന്ന് വരന്റെ നേരെ വെള്ള പൗഡർ അടിക്കാനും ചീറ്റാനും കഴിയാത്തവർ പള്ളിന്റെ ഉള്ളിൽ വന്ന് ചെയ്യുന്നു. നിക്കാഹ് കഴിഞ്ഞാൽ നടക്കരുത്. നമ്മൾ നമ്മുടെ ദീനിനോടും പള്ളിയോടും മഹല്ലിനോടും കാണിക്കുന്ന അനാദരവായി മാറും. അതുകൊണ്ട് തീരുമാനം ഉണ്ടാകണം. ഒരുമിച്ച് ശാന്തമായി നമ്മൾ തീരുമാനിക്കണം. എന്തറിയോ? ഇസ്ലാമികമായ വിധിവിലക്കുകളും നന്മയും സന്തോഷങ്ങളും എല്ലാം നിറഞ്ഞ വിവാഹങ്ങൾ അനുവദിക്കാം. പക്ഷേ വൃത്തികേടുകളും അനിസ്ലാമികതയും ഗാനമേളയും ഇതുപോലുള്ള വൃത്തികേടും നടന്നാൽ അവിടെ പോയി നമ്മുടെ പള്ളി കമ്മിറ്റിന്റെ രേഖപ്പെടുത്താൻ നിന്നാൽ സോങ്ങളെ അടുത്ത തലമുറയ്ക്ക് ഇത് വളാകും. എന്ത് ചെയ്താലും നമ്മളിൽ നിന്ന് സപ്പോർട്ടാണെന്ന് വന്നാൽ പരിശുദ്ധ ഖുർആന്റെ പ്രവാചകന്റെ ഹദീസ് നമ്മൾക്കറിയാം, എല്ലാവർക്കും അറിയാം. മൻ റആ മിൻകും മുൻകറൻ, ഒരു തെറ്റ് കണ്ടാൽ ഫൽയുഗയ്യിർ ബിയദിഹി, കൈകൊണ്ട് തടുക്കാൻ പറ്റും, കൈകൊണ്ട് തടുക്കണം. അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണെങ്കിൽ. ഇല്ലെങ്കിലോ ഫഇല്ലം തസ്തതി ഫബിലിസാനി, നാവുകൊണ്ട് പറയണം. അതും കഴിയണില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വറുക്കണം. അത് ഈമാന്റെ ഏറ്റവും അവസാനമാണ്. അതുകൊണ്ട് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റിനോടൊരു സഹകരണവും ഇല്ല, പാടില്ല. ഞാൻ വീണ്ടും പറയുന്നു, മഹല്ലടിസ്ഥാനത്തിൽ തീരുമാനം.
തെക്ക് ഭാഗത്ത്, കേരളത്തിലെ തെക്ക് ഭാഗത്ത് എത്രയോ പള്ളികളിൽ തീരുമാനമുണ്ട്. അതുകൊണ്ട് സന്തോഷാണ്. ആർക്കെങ്കിലും ഇങ്ങനെല്ലാം നടത്തണമെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും പോയി ഓഡിറ്റോറിയത്തിൽ നടത്തും. മഹലിന്റെ കീഴിൽ വളരുന്ന മക്കൾക്ക്, പെൺകുട്ടികൾക്ക്, കുടുംബത്തിന് ഇസ്ലാമികമായ വിവാഹം കിട്ടും. ബാപ്പാർക്ക് മക്കളുടെ മുന്നിൽ പറഞ്ഞു നിൽക്കാനുള്ള ഗഡ്സ കമ്മിറ്റി കൊടുക്കണ്ടി, ഖത്തീബാദ കൊടുക്കണ്ടി. നമ്മളെ മഹല് പറ്റൂല, നിങ്ങൾക്ക് എവിടെങ്കിലും പോയി നടന്നോളി, ബാപ്പ മഹലിന്റെ കൂടിയാണ്, ഉമ്മ മഹലിന്റെ കൂടിയാണ്, അല്ലാത്ത നടക്കൂല എന്ന് പറയാനുള്ള ചങ്കൂറ്റവും ചങ്കുറപ്പും ദീനി ബോധവും നമ്മൾക്കുണ്ടാകണം. ഞാൻ ഇങ്ങനെ പറയണം ദർശനങ്ങളെ, നമ്മുടെ കയ്യിൽ നിന്ന് പോകും, പോയിട്ട് ഖത്തീബിനെ വരെ നിശ്ചയിക്കുക കുടിയന്മാരേക്കാരും. ഞാനിത് എന്റെ ബോധ്യത്തിനാ പറഞ്ഞത്. ഖത്തീബ് എത്ര നേരം സംസാരിക്കണമെന്നും അവിടെ വരുന്ന വാപ്പ എപ്പോഴാ മഹർ കൊടുക്കേണ്ടതെന്നും പുതിയ ഏത് ഡ്രസ്സാറിന്റെതെന്നും പള്ളിക്കൊക്കെ പോലും ചവിട്ടാത്ത കയ്യമ്മ ചരടും കെട്ടി ശരീരത്തിന്റെ മുഴുവൻ നഗ്നപാദങ്ങളും ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം. ആണും പെണ്ണുമാണ് നമ്മൾ നിക്കാഹ് തീരുമാനിക്കേണ്ടി വരിക. അയിമക്ക് വരരുത്. നിക്കാഹിങ്ങനെ വരുമ്പോഴേ അവറത്ത് പോലും മറക്കാത്ത ആങ്കറിങ് നിന്നിട്ട് അടുത്തതായി സ്റ്റേജിൽ നടക്കുന്നത് നിക്കാഹാണ്. നിക്കാഹ് നടത്താൻ മൗലവിയെ ആദരവോടും ക്ഷണിക്കും. നമ്മ മൗലവി എന്ന് നിക്കാഹ് എടുത്തുക, അത് കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞു, അടുത്തതായി ഗാനമേളയാണ്. ഒരു കോളേജിൽ, ഒരു സ്കൂളിലെ കലാപരിപാടി പോലെ നമ്മളെ വിവാഹത്താക്കിയാൽ പടച്ചോൻ നമുക്ക് തന്നതാ പൈസ, പടച്ചോൻ തന്നതാണ് കയ്യും കാലും, പടച്ചോൻ തന്നതാണ് സഹോദരങ്ങളെ, ഈ തൗഫീഖായി തന്നതാണ് ഈ ദീന്. ഇത് വിട്ടുപോകും, പടച്ചോൻ ഊരും, പിന്നെ അവനാന്റെ ജീവിതത്തിൽ ഇതുകൊണ്ട് ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും അവസാനം നമ്മുടെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭയുടെ 100ാമത്തെ വാർഷിക സമ്മേളനം നാളെ ഇൻഷാ അല്ലാഹ്, ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് 2:30 മണി മുതൽ 3 മണി മുതൽ കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ്. നമ്മുടെ മഹലിൽ നിന്ന് 2:30 മണിക്ക് വാഹനം പുറപ്പെടുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ എല്ലാവരും പരമാവധി അതിൽ പങ്കുചേരാൻ മനസാന്നിധ്യം കാണിക്കുക, പങ്കുചേരുക. കേരളത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ തൗഹീദിന്റെയും സുന്നത്തിന്റെയും നവോത്ഥാനത്തിന്റെയും പള്ളിയിൽ ഖുത്ബ മലയാളത്തിൽ കേൾക്കുന്നതിന്റെയും ഏറ്റവും അടിസ്ഥാനം നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ, ജംഇയ്യത്തുൽ ഉലമ പണ്ഡിതന്മാർ നയിച്ച ത്യാഗോജ്ജലമായ പ്രവർത്തനമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുമിച്ച് ചേരുന്നത്. നമ്മൾ എല്ലാവരും പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഇസ്ലാമികമായി ജീവിക്കുവാനും ഇസ്ലാമികമായി മുസ്ലിമായി മരണപ്പെട്ടു പോകുവാനും നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും കാരുണ്യവാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഹറാമായ കാര്യത്തിൽ നിന്ന്, അള്ളാഹു നിരോധിച്ച കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഇസ്സത്തും അഭിമാനബോധവും തഖ്വയും ഉശിരും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, തെറ്റിനെ തെറ്റായി കാണുവാനും നന്മയെ നന്മയായി സ്വീകരിക്കുവാനുമുള്ള ഈമാൻ നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ച ആളുകളുണ്ട് നാഥ, അവർക്കെല്ലാം നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ ഞങ്ങൾക്കായി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാം വരുമാനങ്ങളിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗസ്സയിലും സുഡാനിലുമൊക്കെയുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കട്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.